ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിൽ സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ചാനലിലൂടെ കടന്നു വരുന്ന സാക്ഷ്യങ്ങൾ, ഓരോ വ്യക്തികളുടെയും അനുഭവങ്ങൾ നിങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായി തീരുന്നെന്ന് കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടേതായ സാക്ഷ്യങ്ങളും ഞങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനലിലേക്ക് കാണുന്നതായ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് കടന്നു വന്നിരിക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യേണ്ടതിന് ഭോപ്പാലിൽ നിന്നാണ്. ഒരുപാട് വർഷങ്ങൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവ് ചെയ്ത ഒത്തിരി നന്മകളും ഉപകാരങ്ങളും വിടുതലുകളും ഒക്കെ നമുക്ക് കേൾക്കാം. അതിനായി കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി, കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം പരിശുദ്ധ കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഞങ്ങളുടെ മഹാസാന്നിധ്യത്തിനുള്ളിൽ അല്പസമയം ഞങ്ങളായിരിക്കട്ടെ. കർത്താവേ, ഹല്ലേലൂയ. നിൻ്റെ ദാസ്യദൈവം നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ സംസാരിപ്പാനുള്ള ദൈവശക്തിയും ദൈവകൃപയും പരിശുദ്ധാത്മാവിൻ്റെ ബലവും നിൻ്റെ ദാസിയുടെ മേൽ ദൈവം പകർന്നു കൊടുത്താട്ട് കേൾക്കുന്നവർക്ക് വലിയ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ്, അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ മഹിമപ്പെടുവാൻ, ഉയർത്തപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. ഇപ്പോൾ എവിടെ നിന്നാണ് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു ഒന്ന് സ്വയം ഒന്ന് പരിചയപ്പെടുത്തുകയും ചെയ്താട്ട് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നുള്ള കാര്യം. ഓക്കെ. എൻ്റെ പേര് ബ്ലെസ്സി സൈമൺ. ഞാൻ ഭോപ്പാലിൽ നിന്നാണ് ഞാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ 25 വർഷമായിട്ട് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ ഭോപ്പാലിലായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. 25 വർഷത്തെ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലും അതിനു മുൻപേ ഒത്തിരി അനുഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ആ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിനെ ഇപ്പോൾ ഞാൻ ദേവദാസിക്ക് ടൈം തരികയാണ്. കർത്താവ് സഹായിക്കട്ടെ. താങ്ക് യു ദേവദാസി. ഗോഡ് ബ്ലസ് യു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രത്യേക ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു അവസരം ജോയ്സ് ടി വിയിലൂടെ എനിക്ക് നൽകി തന്ന പ്രിയ റേച്ചൽ ആൻറ്റിക്കും പ്രത്യേക ജോയ്സ് ടി വിയിലൂടെ എന്നെ കേൾക്കുന്നതായ എല്ലാ പ്രേക്ഷകർക്കുമുള്ള നന്ദിയെ ഞാൻ ഈ തരുണത്തിൽ ആദ്യമായി തന്നെ ഞാൻ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പേര് ബ്ലെസ്സി സൈമൺ. എൻ്റെ ഭർത്താവ് സൈമൺ വർഗീസ്. 2 കുഞ്ഞുങ്ങളുണ്ട്. മൂത്ത മോൾ ഗ്രേസ് സൈമൺ. മോൻ അവന് സൗണ്ട് എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. 2ാം വർഷം വിദ്യാർത്ഥിയാണ്. പ്രത്യേക എൻ്റെ കുടുംബത്തെ ഓർത്ത്, ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണം. എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഞാനൊരു നാമധേയ ക്രിസ്തീയ കുടുംബത്തിലാണ് വളർന്നത്. എൻ്റെ പപ്പയ്ക്കും മമ്മിക്കും ഞങ്ങൾ 3 മക്കൾ. ഞാൻ മൂത്ത മകളാണ്. എൻ്റെ ചെറുപ്പകാലത്തെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ വളരെയധികം വേദനിക്കുന്ന അനുഭവങ്ങളാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. എന്തുകൊണ്ടെന്നാൽ പപ്പ തികച്ചും ഒരു മദ്യപാനിയായിരുന്നു. മദ്യപാനത്താൽ ഞങ്ങളുടെ വീട്ടിൽ ബാക്കി എല്ലാ നന്മകളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഉണ്ണുവാനുണ്ട്, ഉടുക്കുവാനുണ്ട്, എല്ലാം ഉണ്ട്. എങ്കിൽ തന്നെയും സമാധാനമില്ലാത്ത ഒരു അവസ്ഥയായിരുന്നു എൻ്റെ ചെറുപ്പകാലം. ഒരിക്കലും ഒരു സന്തോഷം തരുന്ന അനുഭവം എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരിക്കലും ഓർക്കുന്നില്ല. എപ്പോഴും പപ്പ കുടിച്ചിട്ട് വരികയും മമ്മി ഉപദ്രവിക്കുകയും ചെയ്യുന്നതായ ഓർമ്മകളാണ് എൻ്റെ ചെറുപ്പകാലങ്ങളെ കുറിച്ച് എനിക്കുള്ളത്. ഒരു സുറിയാനി ക്രിസ്തീയ കുടുംബത്തിൽ ഞങ്ങൾ വളർന്നു വരുവാനിടയായി. എൻ്റെ ആ സമയത്ത് എൻ്റെ മമ്മി ഒരു യാക്കോബ വിശ്വാസിയാണ്. പപ്പ സുറിയാനി വിശ്വാസിയാണ്. ഞങ്ങൾ തൃശ്ശൂരാണ് താമസിച്ചുകൊണ്ടിരുന്നത്. തൃശ്ശൂര് ചിറ്റിലപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ചിറ്റിലപ്പള്ളി കുടുംബത്തിലെ ഒരു അംഗമാണ് എൻ്റെ പപ്പയുടെ പേര് CA ഫ്രാൻസിസ്. മമ്മി മേരി ഫ്രാൻസിസ്. എൻ്റെ മമ്മിയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് ഇടയായത്. പപ്പയുടെ ഈ ഇപ്രകാരമുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നത് മുഖാന്തരം ആ സമയത്ത്
സമാധാനമില്ലാതെ അലയുന്നതായ സമയത്ത് ഞങ്ങളുടെ ഭാഗത്ത് കുറച്ച് ദേവദാസന്മാർ കടന്നു വന്ന് സുവിശേഷം അറിയിക്കുകയും അങ്ങനെ മമ്മിയെ സുവിശേഷം കേൾക്കുവാനായിട്ട് ഇടയായി. സുവിശേഷത്തിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് അങ്ങനെ പപ്പ ഒരു മദ്യപാനിയാണെങ്കിൽ തന്നെയും പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുന്നതിന് അങ്ങനെ പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കാര്യം മാത്രം എപ്പോഴും നിലക്കിയിരുന്നു, നീ ഒരിക്കലും സ്നാനപ്പെടുവാൻ പാടില്ല. സ്നാനപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്നാനപ്പെടരുത്, ബാക്കി നിനക്ക് പ്രാർത്ഥനയ്ക്കോ മറ്റോ യോഗങ്ങൾക്കെല്ലാം കടന്നു പോകാമെന്ന് പറയുവാനിടയായി. അങ്ങനെ തുടർച്ചയായി കടന്നു പോയിക്കൊണ്ടിരുന്നു. 1989 എൻ്റെ മമ്മിയാണ്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ മമ്മിയാണ് ആദ്യം വിശ്വാസി കടന്നു വന്നത്. അങ്ങനെ 1989 ഒക്ടോബർ 17 എൻ്റെ ജീവിതത്തിലും ഞാൻ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിപ്പാനിടയായി. അതെൻ്റെ 11ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ കർത്താവായി സ്വീകരിപ്പാനിടയായത്. ഞങ്ങൾ തുടർന്ന് പള്ളിയിലും പോകും, അല്ലാതെ ഇതുപോലെ കൂട്ടായ്മകൾക്കും കടന്നു പോകുന്ന ഒരു അനുഭവം. ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പെന്തക്കോസ്ത് വിശ്വാസമാണോ എന്ന് ചോദിച്ചാൽ അതല്ല. പക്ഷേ പ്രാർത്ഥനകൾക്ക് കൂടെ അവിടെ അന്ന് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ആ കൂട്ടായ്മയിൽ രക്ഷയുടെ അനുഭവം, അതുപോലെ സ്നാനം അതുവരെയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് അന്യഭാഷയിലുള്ള പ്രാർത്ഥനയോ ആരാധനയോ അങ്ങനെയുള്ള ഒരു കാര്യം അന്ന് ഞങ്ങൾക്ക് അറിഞ്ഞിരുന്നില്ല. ഞങ്ങൾ പോയിരുന്ന ആ കൂടിവരവിൽ അങ്ങനെയുള്ള ഒരു അനുഭവമേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് പിന്നീട് മമ്മിക്ക് മനസ്സിലായി സ്നാനപ്പെടേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മമ്മിക്ക് മനസ്സിലായി. പലപ്പോഴായിട്ട് പപ്പയോട് ചോദിച്ചു എങ്കിൽ തന്നെയും പപ്പ പലപ്പോഴായിട്ട് വേണ്ട എന്നുള്ളൊരു ഉത്തരമാണ് മമ്മിക്ക് എപ്പോഴും കൊടുത്തിരുന്നത്. അതിനുശേഷം ഒരിക്കൽ പപ്പ ഇതുപോലെ കുടിച്ചിരിക്കുന്ന സമയത്ത് മമ്മി ഇങ്ങനെ ചോദിച്ചു, ഞാൻ സ്നാനപ്പെട്ടോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പപ്പ പറഞ്ഞു, നിന്റെ ഇഷ്ടം അതാണെങ്കിൽ നീ പോയി ചെയ്തോ. പക്ഷെ അത് പപ്പ കുടിച്ചിരിക്കുന്ന സമയത്താണ് ആ ഉത്തരം പറഞ്ഞത്. മമ്മി ആ സമയത്ത് 30ഓളം വരുന്ന ആ സഭയിലെ അംഗങ്ങളെല്ലാം മലമ്പുഴ ഡാമിൽ പോയിട്ടാണ് മമ്മിയുടെ സ്നാനം നടക്കുന്നത് 1991. അപ്പം പപ്പ ജോലിക്ക് പോയ സമയത്ത് മമ്മി എന്ത് ചെയ്തു, മമ്മി ഒരു വെള്ളസാരി കൂടെ കരുതിയിരുന്നു. അവരൊരു വലിയ വാൻ പിടിച്ചാണ് പോയത്. അപ്പൊ പപ്പ പോകുന്ന സമയത്ത് പപ്പയുടെ ഒരു കൂട്ടുകാരൻ മമ്മി പോകുന്നത് കണ്ടു. തിരിച്ചു വരുമ്പോഴും ആ സഹോദരൻ കണ്ടു. ഇതുപോലെ മമ്മി പോയ സാരിയിലല്ല, വെള്ള സാരി ഉടുത്തിട്ടാണ് മമ്മി തിരിച്ചു വരുന്നത്. ആ സഹോദരൻ കണ്ടതിന് ശേഷം അതെന്റെ പപ്പോട് പറയുകയും ആ വർത്തമാനം എൻ്റെ ചെവിയിൽ എത്തുവാനും ഇടയായി. അന്ന് എനിക്ക് 13 വയസ്സേ ഉള്ളൂ. പക്ഷേ ഞങ്ങളുടെ അടുത്തെല്ലാം പെന്തക്കോസ്തുകാര് ഞങ്ങൾ താമസിക്കുന്ന ലൊക്കാലിറ്റിയിൽ ഇല്ലെങ്കിൽ തന്നെയും ഞാൻ ബസ്സിലെല്ലാം കയറുമ്പോൾ എനിക്ക് ഈ ആഭരണം ഇടാത്തവരോട് വലിയ വെറുപ്പാണ്. എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് സ്നാനത്തെക്കുറിച്ചോ അതിൻ്റെ ആഴത്തെക്കുറിച്ചോ അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ആഭരണം ഇടാത്തവരോട് വളരെ വെറുപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എൻ്റെ കുഞ്ഞു പ്രായം മുതലേ അവരെൻ്റെ അടുത്ത് വന്നിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന വളരെ എനിക്ക് അവരോട് ഒരു വിരക്തിയാണ് എപ്പോഴും ഉണ്ടായിരുന്നത്. ആ ഒരു കാര്യം എൻ്റെ മനസ്സിലിരുന്നത് കൊണ്ട് മമ്മി സ്നാനപ്പെട്ടു എന്ന് പറയുമ്പോൾ മമ്മി ഇനി ആഭരണം ധരിക്കത്തില്ല, മമ്മി മറ്റൊരു രീതിയിലേക്ക് കടന്നുപോയി എന്ന് എൻ്റെ ചെറുപ്പപ്രായത്തിൽ എൻ്റെ മനസ്സ് എന്നോട് പറയുവാനിടയായി. അപ്പോൾ ഞാൻ പപ്പ വന്ന സമയത്ത് ഞാനിതെൻ്റെ കാതിൽ കേട്ടു, മമ്മി സ്നാനപ്പെട്ടു. ഞാൻ പപ്പ വന്നിരുന്ന സമയത്ത് പപ്പോട് പറഞ്ഞു, ഇതുപോലെ മമ്മി സ്നാനപ്പെടുവാനിടയായെന്ന് പറഞ്ഞു. മമ്മി ആ സമയത്ത് മമ്മിയുടെ സ്നാനം കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഞാൻ പപ്പോട് ഈ കാര്യം പറഞ്ഞ സമയത്ത് മമ്മി ഭവനത്തിലില്ലായിരുന്നു. മമ്മി മറ്റൊരു മീറ്റിങ്ങിനായിട്ട് കടന്നു പോയിരിക്കുകയായിരുന്നു. പപ്പ ഈ വർത്തമാനം കേട്ടതിന് ശേഷം വളരെയധികം കുടിച്ചിട്ട് പ്രാർത്ഥന നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് എൻ്റെ മമ്മിയായിട്ട് വഴക്കുണ്ടാക്കി മമ്മീനെ അവിടം തൊട്ട് ഭവനം വരെയും അടിച്ച് ഭവനം വരെയും കൊണ്ടുവരുവാനിടയായി.
എൻ്റെ പപ്പയ്ക്ക് ഗവൺമെൻറ് ജോലിയോടൊപ്പം തന്നെ ഒരു ബിസിനസ് കൂടെ എൻ്റെ പപ്പ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ 17-ാം വയസ്സ് വരെ, എൻ്റെ കുഞ്ഞു പ്രായം മുതൽ 17-ാം വയസ്സ് വരെ പപ്പ ബിസിനസ് തുടർന്നുകൊണ്ടിരുന്നു. ആ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുന്ന പൈസയാണ് കൂടുതലും ആ പപ്പയെ ഇപ്രകാരം മദ്യപാനത്തിലേക്ക് തന്നെ തള്ളിവിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ താൻ മദ്യപിച്ച് വന്നതിന് ശേഷം മമ്മീനെ സ്കൂട്ടറിൽ ഇരുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു. അന്ന് 3 ദിവസം ഞങ്ങളുടെ ഭവനത്തിൽ ആഹാരം ഉണ്ടാക്കിയിട്ടില്ല. പപ്പ കുടിക്കും, മമ്മീനെ വളരെയധികം ഉപദ്രവിക്കും. പിന്നെയും ലാസ്റ്റ് ഇപ്രകാരമാണ് പപ്പ പറഞ്ഞത്, എനിക്ക് ഡൈവോഴ്സ് വേണം, ഞാൻ ഇനി നീയുമായിട്ട് ഒരിക്കലും ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, 3 മക്കൾക്കുള്ള ചെലവിന് ഞാൻ തരാം, പക്ഷെ ഞാൻ നീയുമായിട്ട് യാതൊരു സഹകരണവും ഉണ്ടായില്ല. എൻ്റെ മമ്മീനെ തല മുതൽ പാദം വരെയും അടിച്ച് രക്തമൊലിക്കുന്നതായ അനുഭവങ്ങളാണ്. ഈർക്കിളി ചൂലെല്ലാം വെച്ച് എപ്രകാരമൊക്കെ എൻ്റെ പപ്പയുടെ ദേഷ്യം എൻ്റെ മമ്മിയുടെ മുകളിൽ തീർക്കാൻ സാധിച്ചു, അപ്രകാരമെല്ലാം എൻ്റെ മമ്മിയെ ഉപദ്രവിക്കാനായിട്ട് ഇടയായി. ലാസ്റ്റ് എൻ്റെ മമ്മി പറഞ്ഞു, ഞാൻ ഇനി പ്രാർത്ഥനയ്ക്ക് പോകത്തില്ല, ഞാൻ എവിടെയും പോകുന്നില്ല, പ്രാർത്ഥനയ്ക്കും പോകത്തില്ല, പള്ളിയിലും ഞാൻ വരത്തില്ല, ഇങ്ങനെ പറയുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ പപ്പ പറഞ്ഞു, എന്നാൽ നീ തിരിച്ച് പള്ളിയിൽ വന്ന് മാമോദിസ മുങ്ങണം, മാമോദിസ മുങ്ങിയെങ്കിൽ മാത്രം നമുക്ക് കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ മമ്മി പറഞ്ഞു, അതൊരിക്കലും സാധ്യമല്ല, ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു എന്ന് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഇനി പ്രാർത്ഥനയ്ക്ക് കടന്നു പോകത്തില്ല, പക്ഷെ ഞാൻ തിരിച്ചു വന്നും ഞാൻ മരണത്താലല്ലാതെ ഇനി എന്നെ കർത്താവിൽ നിന്ന് ആർക്കും വേർപിരിക്കാൻ സാധ്യമല്ല, ഞാൻ ഇനി മാമോദിസ മുങ്ങാനായിട്ട് പള്ളിയിലോട്ട് വരത്തില്ല എന്ന് പറയുവാനായിട്ട് ഇടയായി. അങ്ങനെ പപ്പയുടെ ഭവനക്കാരെയെല്ലാം വിളിച്ച് ഡൈവോഴ്സിനുള്ള കാര്യങ്ങൾ പറയുവാനായിട്ടാണ് വിളിച്ചത്. പക്ഷെ ഇതിൻ്റെ പിന്നിൽ മമ്മീനെ ഉപദ്രവിക്കുന്നു എന്നറിഞ്ഞ ആ സമയം മുതൽ ഞങ്ങളായിരുന്ന കൂട്ടായ്മയിലെ ദേവദാസന്മാർ, ദൈവമക്കൾ ഞങ്ങൾക്ക് മമ്മിക്ക് വേണ്ടി, ഞങ്ങളുടെ ഭവനത്തിന് വേണ്ടി തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എങ്ങനെയാണെന്ന് അറിയില്ല, പരിശുദ്ധാത്മാവ് ആ സമയത്ത് എൻ്റെ പപ്പയുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും അങ്ങനെ മമ്മീനെ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്ന വ്യക്തി ഒരു മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നതിന് കാരണമായി തീർന്നു. പപ്പ ഇങ്ങനെ പറഞ്ഞു, നിന്നെ എവിടെയാണോ അടക്കുന്നത് അവിടെ എന്നെയും അടക്കണം, അതുകൊണ്ട് ഞാനും ഇനി നിന്റെ കൂടെ പ്രാർത്ഥനയ്ക്ക് വരികയാണെന്ന് പറയുവാനായിട്ട് ഇടയായി. അങ്ങനെ അസമാധാനത്തിലായിരുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കാനായി തുടങ്ങി. പപ്പയും മമ്മിയും ഞങ്ങൾ കുടുംബമായിട്ട് പ്രാർത്ഥനയ്ക്ക് പോവുകയും കാലത്തും വൈകിട്ടും എല്ലാം പ്രാർത്ഥന, അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ കുടുംബം കടന്നുപോയി. എന്നാൽ പപ്പയെ ആ സമയത്ത് പപ്പയുടെ കൂട്ടുകാർ വളരെയധികം കളിയാക്കുകയും എന്താ പറയുന്ന നീ ഉപദേശി, നീ ഹാലേലു, എപ്പോഴും പപ്പയെ കാണുമ്പോൾ അങ്ങനെയുള്ള കളിയാക്കൽ വാക്കുകൾക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ 11 മാസം മാത്രമേ എൻ്റെ പപ്പ വിശ്വാസത്തെ സ്ഥിരമായി നിൽക്കുവാനിടയായി തീർന്നുള്ളൂ. 11 മാസത്തിന് ശേഷം താൻ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുവാനായിട്ട് ഇടയായി. പിന്നെ തൻ്റെ ജീവിതകാലത്ത് പലപ്പോഴായിട്ട് മാനസാന്തരപ്പെട്ട് പിന്നെ വരും, പിന്നെ തിരിച്ചു പോകും, ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു എൻ്റെ പപ്പയുടെ ജീവിതം മുന്നോട്ട് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതായ ആ ക്രിസ്തീയ കൂട്ടായ്മ, ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു കൂട്ടുകുടുംബത്തിലാണ്. പപ്പയുടെ ചേട്ടൻ അനിയന്മാർ അങ്ങനെ കൂട്ടുകുടുംബത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് ആ ഭവനം തറവാട് വിൽക്കുവാനിടയായി. എല്ലാവർക്കും അവരവരുടേതായ പാർട്ടീഷൻ കൊടുത്ത്, ഭാഗം കൊടുത്ത് എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് മാറുവാനിടയായി. ഞങ്ങളും അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം വാങ്ങിച്ച് മാറിയതിന് ശേഷം AG സഭയുമായിട്ട് ചേർന്ന് പോകാനായിട്ട് ഇടയായി. തൃശ്ശൂരുള്ള AG സഭയായിട്ട് ചേർന്ന് പോകുവാനിടയായി. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ആത്മസ്നാനത്തെക്കുറിച്ചും അഭിഷേകത്തെക്കുറിച്ചും എല്ലാം കൂടുതലായിട്ട് അറിയുവാനായിട്ട് ഇടയായിത്തീർന്നത്. എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ പപ്പയാണെങ്കിൽ പപ്പയുടെ ജീവിതത്തിൽ ഈ ബിസിനസ് കാരണം കുടിച്ച് താൻ ഒരു രോഗിയായി തീരുവാനായിട്ട് ഇടയായി. പിന്നീട് തനിക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തൊരു ശാരീരിക അവസ്ഥയായി തീർന്നു. പിന്നീട് ഗവൺമെൻറ് ജോലി മാത്രമേ തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് ബോംബെയിൽ എൻ്റെ മമ്മിയുടെ 2 അനിയത്തിമാർ താമസിക്കുന്നുണ്ട്. അവർ പറഞ്ഞു, ബ്ലെസ്സിയെ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സിനായിട്ട് നമുക്ക് പഠിപ്പിക്കാം. ആ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ജോലി ലഭ്യമാകും. അതുകൊണ്ട്
ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സിന് വേണ്ടി നമുക്ക് ചേർക്കാമെന്ന് പറയുവാനിടയായി. പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം മമ്മിയുടെ അനിയത്തി കുടുംബം എന്നെ ബോംബെയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിയുമ്പോൾ 17 വയസ്സ് മാത്രമേ ആകത്തുള്ളൂ. ആ കോഴ്സ് പഠിക്കണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാകണമായിരുന്നു. 6 മാസത്തിന് ശേഷം ഞാൻ അവിടെ ആ കോഴ്സിന് വേണ്ടി ചേരുവാനിടയായി. ഇതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ 10ാം ക്ലാസ് വിദ്യാഭ്യാസ സമയത്ത് ഞാൻ എൻ്റെ ഭവനത്തിൽ എപ്പോഴും എൻ്റെ മാതാവ് കാലത്ത് എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞാൽ 5:30 റേഡിയോ മെസ്സേജുകൾ വരുമല്ലോ നമുക്ക് കാലത്ത് എഴുന്നേറ്റ്. ആ സമയത്ത് പാസ്റ്റർ KP യോഹന്നാന്റെ മെസ്സേജ് കേൾക്കുക പതിവായിരുന്നു. ആ മെസ്സേജ് കേൾക്കുന്ന സമയത്ത് എൻ്റെ 10ാം ക്ലാസ്സിൻ്റെ പഠന സമയത്ത് ആ മെസ്സേജ് എന്നെ ഒത്തിരി എഫക്റ്റ് ചെയ്യുകയും ഞാൻ കർത്താവിൻ്റെ സന്നിധാനത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ മമ്മിയോട് പറയുവാനിടയായി, ഞാൻ ഇനി മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നെന്ന് പറയുവാനിടയായി. അപ്പോൾ എൻ്റെ മാതാവ് എന്നോട് പറഞ്ഞു, ഇപ്പോഴേ നീ വേലയ്ക്ക് പോകണ്ട, നീ പഠിച്ച് നീ ജോലി ആയതിനു ശേഷം നിനക്ക് ജോലിയോടൊപ്പം തന്നെ നിനക്ക് കർത്താവിൻ്റെ വേല ചെയ്യാമല്ലോ അങ്ങനെ പറഞ്ഞു. പക്ഷെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം എൻ്റെ മൈൻഡ് മാറുവാനായിട്ട് ഇടയായി. പിന്നീട് എൻ്റെ മൈൻഡിൽ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലുള്ള ഒരു ആഗ്രഹം എന്നിൽ നിന്ന് പോയി. എങ്ങനെയെങ്കിലും ജോലി സമ്പാദിക്കണം, ഒരാളുടെയും ഹെൽപ്പ് കൂടാതെ ജീവിക്കണം, സ്വന്തം കാലിൽ നിന്ന് സമ്പാദിച്ച് ജീവിക്കണം, ഈ ഒരു ആഗ്രഹമായി പിന്നീട് മനസ്സിൽ. അതിനുശേഷം ഹെൽത്ത് ഇൻസ്പെക്ടറുടെ കോഴ്സിന് പോയി. 1 വർഷത്തെ കോഴ്സിന് ശേഷം ഞാൻ അവധിക്ക് വീട്ടിൽ വന്ന സമയത്ത് ഇപ്രകാരം ഒരു ഉപവാസ പ്രാർത്ഥന, എൻ്റെ മമ്മി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭവനത്തിൽ കടന്നു വന്നു. മമ്മി എന്നെ ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോകാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഒതുങ്ങിക്കൂടുന്ന സ്വഭാവക്കാരിയാണ്. ഞാൻ ആരുടെയും മുമ്പിൽ എന്താ പറയുക, അധികം സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല. എല്ലാത്തിൽ നിന്നും ഒരു പിൻവലിയുന്ന ഒരു സ്വഭാവക്കാരിയാണ്. എൻ്റെ സഹോദരന്റെയും സഹോദരിയുടെയും സ്വഭാവത്തിൽ നിന്ന് മുഴുവനായിട്ട് ഒരു വ്യത്യസ്ത സ്വഭാവമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ആരോടും അധികം സംസാരിക്കത്തില്ല. അങ്ങനെ അധികം സംസാരിക്കണമെങ്കിൽ തന്നെ അത്ര അടുപ്പമുള്ളവരോട് മാത്രമേ ഞാൻ സംസാരിക്കുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ എൻ്റെ മമ്മിയുടെ കൂടെ ഒരു സഹോദരിമാരുടെ മീറ്റിംഗ് ആണ്, അതിനെ കടന്നു പോകാനായിട്ട് ഇടയായിത്തീർന്നു. സഹോദരിമാരുടെ മീറ്റിങ്ങിന് കടന്നു പോകുമ്പോൾ അവിടെ ഒരു 10ഓളം വരുന്ന സഹോദരിമാരാണ്. അവർ കൂടിയിരുന്ന് പല വിഷയങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കും. വിടുതലിന്റെ ശുശ്രൂഷകൾ അവിടെ നടക്കുന്നുണ്ട്. ജസ്റ്റ് ഞാനൊരു പ്രാർത്ഥന കൂടണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ് ഞാൻ അവിടെ കടന്നു പോയത്. എന്നാൽ അവിടെ കടന്നു പോയ സമയത്ത് ഒരു ആന്റിക്ക് അവിടെ ഭൂതോപദ്രവം ഉണ്ടാകുവാനിടയായി. അവരിലുള്ള പൈശാചിക ശക്തി പുറത്ത് വന്ന് വളരെയധികം പ്രയാസപ്പെടുത്തുവാനിടയായി. ആ മീറ്റിംഗ് നടത്തുന്നതായ ആന്റി ഈ ശുശ്രൂഷയുള്ള ആന്റിയാണ്. പക്ഷെ ആ സമയത്ത് ആന്റിക്ക് ആ ശുശ്രൂഷയിലൂടെ ആ സഹോദരിയെ, ഭൂതോപദ്രവമുള്ള ആന്റിയെ വിടിവിപ്പാനായിട്ട് കഴിഞ്ഞില്ല. അപ്പോൾ എനിക്ക് ഇതുമായിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു അനുഭവമാണ്. ഭൂതം ബാധിച്ച ഒരു സഹോദരി ഇതുപോലെ അലറി വിളിക്കുന്നതും സംസാരിക്കുന്നതെല്ലാം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ 89-ൽ വിശ്വാസം വന്നെങ്കിലും എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന അനുഭവമാണ്. ഇത് നടക്കുന്നത് 98-ൽ നടക്കുന്ന സംഭവമാണ്. ആ സമയത്ത് ഒരു പ്രത്യേക ശക്തി, ഒരു ദൈവത്തിന്റെ അത്യന്ത ശക്തി എൻ്റെ മേൽ വരികയും എനിക്ക് കണ്ണ് തുറന്ന് നോക്കുവാൻ പറ്റാത്ത രീതിയിൽ അത്യന്തമായ ഒരു വെളിച്ചം, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല, അത്രയും പവർഫുൾ ആയിട്ട് ആ വെളിച്ചം എൻ്റെ മേലിലോട്ട് കടന്നു വരികയും ഞാൻ വളരെ ശബ്ദം കുറച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ ശബ്ദം മാറി, അതിൻ്റെ ടോൺ മാറി, വളരെ ഉച്ചത്തിൽ ഞാൻ അന്യഭാഷ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് ദൈവത്തിന്റെ കൃപയാല് ആ ഭൂതം ബാധിച്ച ആ സഹോദരിയെ വിടിവിപ്പാനായിട്ട് ദൈവം ആ ദിവസം എന്നെ ഉപയോഗിപ്പാനിടയായി. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ് അത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല. ദൈവത്തിന്റെ ആത്മാവ് ആ സമയത്ത് എന്താണോ എൻ്റെ വായിൽ സംസാരിപ്പാനായിട്ട് തന്നത് അത് ഞാൻ സംസാരിക്കുകയും ആ ആന്റി ഒത്തിരി ഭസ്മം ഛർദിച്ച് രക്തദാഹിയായ പൈശാചിക ശക്തി ഉണ്ടല്ലോ
അതുപോലെ റിയൽ ആയിട്ട് ആന്റിയുടെ നാവിൽ നിന്ന് രക്തം വരുന്നത്, ഇതെല്ലാം കാണുവാനിടയായി. കർത്താവിന്റെ കൃപയാൽ ദൈവം ആ സമയത്ത് എന്നെ ഉപയോഗിച്ച് എൻ്റെ എന്നിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയും ആന്റിയെ വിടിവിപ്പാനിടയായി തീരുകയും ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായി മാറുവാനായിട്ട് ഇടയായി. അതുവരെ ജോലി സമ്പാദിക്കണം എന്നുള്ള മനസ്ഥിതിയിൽ പോയിക്കൊണ്ടിരുന്ന ഞാന് ആ സമയത്ത് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയും എന്നെ നീ ദൈവത്തിന്റെ വേലയ്ക്കുള്ളവളാണെന്നുള്ള ആ വിളി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി. ഞാൻ റൂട്ട് മാറിക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തെ ദൈവം പിന്നീട് ദൈവത്തിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവരുന്നതിന് ഇത് കാരണമായി തീരുവാനായിട്ട് ഇടയായി. തുടർന്ന് കൂടുതൽ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും എല്ലാം സമയങ്ങൾ വേർതിരിച്ചു. അന്ന് രാത്രി ഞാൻ ഭവനത്തിൽ കടന്നു ചെന്ന് ദൈവത്തെ ആരാധിക്കുന്ന സമയത്ത് എൻ്റെ ചുറ്റുപാടുമുള്ളവര് അയലക്കാര് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ട്, അതുപോലെ എൻ്റെ ശബ്ദം 2 വീട് അപ്പുറം വരെ എൻ്റെ ശബ്ദം കേൾക്കുമായിരുന്നു. ഞാൻ ദൈവത്തെ ആരാധിക്കുന്ന ആ ശബ്ദം. അതുപോലെ ദൈവം എന്നെ ദൈവത്തിന്റെ അഭിഷേകത്താൽ നിറയ്ക്കുകയും ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ ഉപയോഗിക്കുകയും ചെയ്തു. അന്ന് തന്നെ ദൈവം പ്രവചനാത്മാവിനാലും എന്നെ നിറയ്ക്കുവാനായിട്ട് ഇടയായി. ഞാൻ ആദ്യമായിട്ട് പ്രവചനം പറയുന്ന എൻ്റെ പപ്പയോട് തന്നെയാണ്. നീ മടങ്ങി വന്നില്ല എങ്കിൽ ദൈവം തന്റെ പ്രവൃത്തി ചെയ്യുമെന്നുള്ള ആ ഒരു ദൂതാണ് എൻ്റെ പപ്പയോടാണ് ഞാൻ ആദ്യമായിട്ട് ദൂത് അറിയിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതിനുശേഷം 2-3 മാസം മുന്നോട്ട് പോയി. ഞാൻ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിരുന്നു ജോലിക്കായിട്ട്. അവിടെ നിന്ന് അപ്പോൾ ഈ സംഭവത്തിന് മുമ്പാണ് ഞാൻ പേര് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷം ഈ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായതിനു ശേഷം നിരന്തരമായി പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാനിടയായി. നീ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന്. 2-3 മാസങ്ങൾക്ക് ശേഷം എംപ്ലോയ്മെന്റിൽ നിന്ന് എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ട് ഉള്ള ലെറ്റർ വരുവാനിടയായി. ജോലിക്ക് ഇത്ര ശമ്പളം സ്കെയിലിൽ നിന്നെ നീ കടന്നു വരണം എന്ന് പറയാനുള്ള ലെറ്റർ കടന്നു വരുവാനിടയായി. ഞാനത് പപ്പയെ കാണിച്ചു. പപ്പയ്ക്ക് ഒത്തിരി സന്തോഷമായി. പപ്പ മൂത്ത മകളാണ്, ആർക്കായാലും സന്തോഷമാകും. മാതാപിതാക്കൾക്ക് മക്കൾക്ക് ജോലി ലഭിക്കുക എന്നത് എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു അനുഭവമാണ്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു സ്ട്രഗിൾ ആയിരുന്നു ആ സമയത്ത്. കർത്താവിന്റെ വേല തിരഞ്ഞെടുക്കണമോ അതോ ഞാൻ ജോലിക്ക് കടന്നു പോകണമോ? എന്നെ മുമ്പ് പഠിച്ചിരിക്കുന്ന എൻ്റെ കസിൻസ് ഉണ്ട്, അവർക്കൊന്നും ആ സമയത്ത് ജോലി കിട്ടിയിട്ടില്ല. പക്ഷെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ തീരുമാനം എടുത്ത സമയത്താണ് എനിക്ക് ജോലിക്കുള്ള ലെറ്റർ വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. ഞാൻ പപ്പയോട് പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകുന്നില്ല, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി പോയിക്കോട്ടെ എന്ന് ഞാൻ ചോദിക്കുവാനിടയായി. അപ്പോൾ പപ്പ പറഞ്ഞു, പപ്പയ്ക്ക് ഒത്തിരി വിഷമായി. എന്നെ പഠിപ്പിച്ച എൻ്റെ മമ്മിയുടെ അനിയത്തി, അവർക്കും ഒരു വിഷമായി. കാരണം അവർക്ക് ഒരു ജോലി ലഭിച്ച് കുടുംബത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവർ എന്നെ ഈ കോഴ്സ് പഠിപ്പിച്ചത്. പക്ഷെ പിന്നീട് ഇതിൻ്റെ ഇടയിൽ വന്ന പല ദൈവിക ഇടപെടലുകളാൽ ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ സമയത്ത് പലർക്കും അത് വിഷമത്തിന് കാരണമായി തീർന്നു. പപ്പ ഇങ്ങനെയാണ് ഒരു ശബ്ദമാണ് എന്നോട് പറഞ്ഞത്, നീ വേലയ്ക്ക് കടന്നു പോയിക്കോ, പക്ഷെ ഒരിക്കലും കരഞ്ഞുകൊണ്ട് എൻ്റെ അടുക്കിലേക്ക് പിന്നെ മടങ്ങി വരുവാനിടയാകരുത്. ആ ഒരു ശബ്ദമാണ് പപ്പ എന്നോട് പറയുവാനിടയായിത്തീരുന്നത്. എന്നാൽ ദൈവമക്കളെ, ഇന്ന് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചിട്ട് 26 വർഷമായി. പക്ഷെ ഇതുവരെയും ഒരിക്കൽ പോലും വേലയുള്ള ബന്ധത്തിൽ കരഞ്ഞ് ഒരിക്കലും ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി പോകാൻ ഇതുവരെയും ദൈവം ഇടയാക്കിയിട്ടില്ല. അതിനുശേഷം 1999 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയും ഞാൻ ബൈബിൾ കോളേജ് തൃശ്ശൂർ മിസ്ബ ബൈബിൾ കോളേജിൽ പഠിക്കുവാനായിട്ട് ചേരുവാൻ ഇടയായിത്തീർന്നു. അവിടെ 1 വർഷത്തെ പഠന കാലയളവിൽ ഞാൻ ബൈബിൾ കോളേജിൽ ചേർന്നതിന് ശേഷം മെയ് മാസം 3-ാം തീയതി എൻ്റെ പപ്പ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനും ഒരു കാരണമുണ്ട്. എൻ്റെ പപ്പ പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ചിലപ്പോൾ കർത്താവിന്റെ സന്നിധി മാനസാന്തരപ്പെട്ട് കടന്നു വരും, പിന്നെയും തിരിച്ചു പോകും. അങ്ങനെ ആ അനുഭവത്തിൽ ഒരു പ്രാവശ്യം പപ്പ ഒരു
ഫാസ്റ്റിംഗ് പ്രേയറിൽ പങ്കെടുക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. ആ സമയത്ത് പാസ്റ്റർ ധർമ്മ കണ്ണൻ, എല്ലാവരും അറിയുന്ന ഒരു ദേവദാസനാണ്. ആ ദേവദാസനാണ് അവിടെ അന്ന് ശുശ്രൂഷിപ്പാനായിട്ട് കടന്നു വന്നത്. ആ ദേവദാസൻ പപ്പയോട് ഇപ്രകാരം പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു: നിനക്ക് ജീവൻ വേണോ അതോ മരണമാണോ വേണ്ടത്? നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നാൽ ജീവനും, അല്ലെങ്കിൽ 6 മാസത്തിനകം നീ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും എന്നുള്ള ഒരു ദൂത് എൻ്റെ പപ്പയെ അറിയിക്കുവാനിടയായി. അതിനോടനുബന്ധിച്ച് ആ പട്ടണത്തെ പ്രതിയുള്ള പ്രവചനവും ആ ദേവദാസൻ പറയുവാനിടയായി. ഇവിടെ വലിയൊരു ഉത്സവം നടക്കും, ആ ഉത്സവത്തിൽ ഇത്രയും പേര് മരിക്കും എന്നൊക്കെയുള്ള പ്രവചനം പറയുവാനിടയായി. എൻ്റെ പപ്പ എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പ്രവചനം ആ പട്ടണത്തിൽ നിറവേറും. ആ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഒത്തിരി പേര് കേട്ട ഒരു ഉത്സവമാണ്. എന്നാൽ ഈ ദൂത് കേട്ട സമയത്ത് അനേക ദൈവമക്കൾ ഇപ്രകാരം ഒരു അനർത്ഥം ആ പട്ടണത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം ആ അനർത്ഥത്തെ മാറ്റി കളഞ്ഞു. ആ പട്ടണത്തിൽ ആ സമയത്ത് അപ്രകാരം ഒരു അനർത്ഥം ഉണ്ടായില്ല. പക്ഷെ എൻ്റെ പപ്പ ഇത് മാത്രമേ കേട്ടുള്ളൂ, ഇങ്ങനെ ഇപ്രകാരം ഒരു അനർത്ഥം ഉണ്ടാകും. അത് കാണുവാനായിട്ട് പപ്പയുടെ ഓഫീസിൽ പോയിരുന്ന ഇങ്ങനെ എന്തെങ്കിലും അനർത്ഥം ഉണ്ടാകുമോ എന്ന് കാണുവാനായിട്ട് പോയി. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. തിരിച്ച് പിന്നെയും പപ്പ മദ്യപിച്ച് വീട്ടിൽ വന്ന് ഇപ്രകാരം വെല്ലുവിളിക്കുവാനിടയായി. ആ ദേവദാസൻ പറഞ്ഞില്ലേ ഇപ്രകാരം സംഭവിക്കുമെന്ന്, പിന്നീട് എന്തുകൊണ്ടാണ് സംഭവിക്കാതിരുന്നത്? അങ്ങനെ വെല്ലുവിളിക്കുവാനിടയായി. അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മെയ് മാസത്തില് ഞങ്ങളുടെ ഭവനത്തില് രാത്രിയിലെ പ്രാർത്ഥനാ വേളയിൽ ഞങ്ങൾ എല്ലാവരും കൂടെ, അന്ന് എൻ്റെ ബന്ധുക്കളെല്ലാം അവധിയുള്ള ബന്ധത്തിൽ ഭവനത്തിലും ഉണ്ടായിരുന്നു. രാത്രി സമയത്ത് ഒരു പാട്ട് ഞങ്ങൾ പാട്ട് പാടി കഴിഞ്ഞതിന് ശേഷം ബൈബിൾ വായിക്കുന്ന സമയത്ത് പെട്ടെന്ന് പപ്പയ്ക്ക് നെഞ്ചുവേദന എടുക്കുകയും പപ്പയെ മൊത്തമായിട്ട് വേർക്കുവാനായിട്ട് ഇടയായി. പെട്ടെന്ന് തന്നെ പപ്പേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ആ സമയത്ത് ഞങ്ങൾക്ക് അറിയത്തില്ല ഇത് അറ്റാക്കിന്റെ ലക്ഷണമാണ് എന്നൊന്നും അറിയില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആക്കി പപ്പേനെ. അതിന് പിറ്റേ ദിവസം അഡ്മിറ്റ് ആക്കിയതിന്റെ പിറ്റേ ദിവസമാണ് പപ്പയുടെ മരണം നടക്കുന്നത്. പക്ഷേ എനിക്കറിയത്തില്ല ഇനി രോഗക്കിടക്കയിലായിരുന്നപ്പോൾ താൻ ദൈവത്തോട് മാനസാന്തരപ്പെട്ടോ അതോ പശ്ചാത്താപം ഉണ്ടായോ എന്ന് എനിക്കറിയില്ല. പിന്നീട് എനിക്ക് പപ്പയുമായിട്ട് സംസാരിക്കാനായിട്ട് കഴിഞ്ഞില്ല. പിറ്റേ ദിവസം ഡെഡ് ബോഡിയുമായിട്ടാണ് വീട്ടിലോട്ട് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നത്. 1999 മെയ് 3-ാം തീയതി എൻ്റെ പപ്പ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനിടയായിത്തീർന്നു. വീട്ടിലെ എന്താ പറയുന്നത് ഒരു വലിയ ശൂന്യത അനുഭവപ്പെടുവാനിടയായിത്തീർന്നു. ആ സമയത്താണ് ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കുവാൻ പോയത്. പപ്പയുടെ മരണത്തിന് ശേഷം 2000-ല് എൻ്റെ വിവാഹത്തിനുള്ള വിവാഹാലോചന കടന്നു വരുവാനിടയായിത്തീർന്നു. പാസ്റ്റർ സൈമൺ വർഗീസ് ആ സമയത്ത് ഡൽഹിയിൽ ITയുള്ള ബന്ധത്തിലെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ദേവദാസനാണ്. ദേവദാസനോട് ഒരുമിച്ച് ഓഗസ്റ്റ് 5-ാം തീയതി എൻ്റെ വിവാഹം നടക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് എനിക്ക് 1 വർഷത്തെ ബൈബിൾ കോളേജ് പഠനം മാത്രമേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞുള്ളൂ. ആ സമയത്ത് ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു: എനിക്ക് വടക്കേന്ത്യയിൽ കർത്താവിന് വേല ചെയ്യുന്ന ഒരു ദേവദാസനുമായിട്ട് എൻ്റെ വിവാഹം നടക്കണം. പക്ഷെ പാസ്റ്റർ ആയിരിക്കരുത്. പാസ്റ്റർ ജോലിയോട് ഞാൻ ഒത്തിരി ഒത്തിരി എതിരല്ല. പാസ്റ്റർ എന്ന് പറഞ്ഞാല് മറ്റുള്ളവരുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് പാസ്റ്റർ ജോലി വേണ്ട. സുവിശേഷ വേലയിൽ മറ്റേതെങ്കിലും ജോലിയുള്ള ബന്ധത്തിൽ മറ്റെന്തെങ്കിലും വേലയുള്ള ബന്ധത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ പ്രാവുന്നത് വടക്കേന്ത്യക്ക് വേണ്ടി. കാരണം ITയുടെ ഇന്ത്യൻ മെസ്സഞ്ചർ എല്ലാ മാസവും ഞങ്ങളുടെ വീട്ടിൽ കടന്നു വരുമായിരുന്നു. അപ്പൊ അതിൽ എഴുതിയിരിക്കുന്ന വടക്കേന്ത്യയെ കുറിച്ചുള്ള കാര്യങ്ങൾ എഴുതിയിരിക്കുമ്പോൾ എനിക്ക് ഒരു ആത്മഭാരം ഉണ്ടായി. ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമെങ്കിൽ വടക്കേന്ത്യയിൽ കടന്നു പോയിട്ട് വേല ചെയ്യുവാനായിട്ട് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി.
ഈ വിവാഹാലോചന വരുന്ന സമയത്ത് പാസ്റ്റർ IET-യിൽ നിന്ന് പാസ്റ്റർ റിസൈൻ ചെയ്ത് പോന്നിരുന്നു. അതിനുശേഷം ഭോപ്പാലുള്ള IFGM ചർച്ചിലെ ദേവദാസന പ്രിയ അച്ഛൻ ഇപ്പോൾ ഈ ഭൂമുഖത്തില്ല. ആ ദേവദാസൻ ഇപ്രകാരം ഒരു ഓഫർ കൊടുക്കുവാനിടയായി. ഇവിടുത്തെ ബൈബിൾ കോളേജിന്റെ രജിസ്ട്രാർ ആയിട്ട് വർക്ക് ചെയ്യുവാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കാനിടയായി. പാസ്റ്റർ അതിന് താല്പര്യമുണ്ടെന്ന് പറയുകയും വിവാഹശേഷം ഞങ്ങൾ 2000 ഓഗസ്റ്റ് 21 ഈ ഭോപ്പാൽ പട്ടണത്തിൽ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇതിന്റെ ഇടയിൽ ചില പ്രതികൂലങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുവാനിടയായി. ഓഗസ്റ്റ് 2000 മെയ് 22 എൻ്റെ എൻഗേജ്മെന്റ് നടക്കുന്നത്. എൻഗേജ്മെന്റിന് ശേഷം ഓഗസ്റ്റ് 5 എൻ്റെ വിവാഹം നടക്കുന്നത്. ഈ സമയത്ത് എനിക്ക് കൃപാവര ശുശ്രൂഷ ഉണ്ടായിരുന്നുകൊണ്ട് നമുക്കറിയാലോ, കൃപാവര ശുശ്രൂഷ ഉള്ളവർക്ക് എപ്പോഴും ഏറെ കിട്ടുന്നത് ഉറപ്പായിരിക്കും. എപ്പോഴും ഒരു പ്രതികൂല അവസ്ഥ അവരുടെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ആ സമയത്ത് അവിടെ ആയിരുന്ന ദേവദാസൻ, എന്നിലുള്ള ശുശ്രൂഷ ആ ദേവദാസന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ദൈവം തരുന്നതായ ദൈവിക ദൂതകൾ പറയുമ്പോഴും അത് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു എന്നോടും എൻ്റെ ഭവനത്തോടും. അങ്ങനെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ആ ദേവദാസൻ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ദേവദാസനുമായി അടുത്ത പരിചയം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ ഈ 3 മാസത്തെ കാലയളവ് എൻ്റെ ജീവിതത്തിൽ വളരെ, എൻ്റെ മനസ്സിനെ എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തന്നെ, മറ്റാരും പറഞ്ഞിട്ടല്ല, എൻ്റെ മനസ്സിൽ തന്നെ എന്നെ പ്രതി ഈ ദേവദാസൻ, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ദേവദാസനോട് എന്തെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും എന്നുള്ള ആ ചിന്ത ഈ 3 മാസം എൻ്റെ മനസ്സിനെ അത് അലട്ടിക്കൊണ്ടേയിരുന്നു. എൻ്റെ വിവാഹ സമയത്ത് ഒരു സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ വിവാഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ വിവാഹം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരിതാണ്. കാരണം അപ്രകാരമുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഞാൻ ആ ദിവസങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നെ പ്രതി ആ ദേവദാസ്, എൻ്റെ സഭയിലുണ്ടായിരുന്ന ദേവദാസ്, എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ദേവദാസിനോട് എന്തെല്ലാം കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കും എന്നെ പ്രതി. ആ ഒരു ചിന്ത എന്നെ മനസ്സിൽ അലട്ടിയതിനു ശേഷം വിവാഹം കഴിഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ ഓഗസ്റ്റ് 5 എൻ്റെ വിവാഹം കഴിഞ്ഞത്. അത് കഴിഞ്ഞ് ഒരു 3 ദിവസത്തിന് ശേഷം എൻ്റെ മാനസിക നില തെറ്റുവാനായിട്ട് തുടങ്ങി. ആ സമയത്ത് എനിക്ക് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കറിയാം ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഞാൻ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. ഒരു ജോലി എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്കാരുമായിട്ട് എനിക്ക് ഇടപെടാൻ പറ്റുന്നില്ല. അതായത് എല്ലാത്തിനും ഒരു വലിഞ്ഞുള്ള ഒരു അനുഭവം. എല്ലാത്തിനെയും കാണുമ്പോൾ, ആളുകളെ കാണുമ്പോൾ എനിക്ക് ഭയം തോന്നുന്നു. അങ്ങനെയുള്ള ഒരു അനുഭവത്തില്. എന്നാൽ ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ ഭ്രാന്തല്ല, ഭ്രാന്ത് പോലെ സംസാരിക്കുക അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഒരു ഡിപ്രഷന്റെ അകത്തേക്ക് ഞാൻ കടന്നു പോവുകയും എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഈവൻ എനിക്ക് കുളിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കുളിക്കുന്നുണ്ട്, പക്ഷെ എൻ്റെ മനസ്സ് പറയാൻ നീ ഇനിയും ശുദ്ധമായിട്ടില്ല ഇങ്ങനെയുള്ള ഒരു മനസ്സിനകത്ത്. അങ്ങനെയുള്ള ഒരു ചായ ഉണ്ടാക്കാനോ ഒരു കറി ഉണ്ടാക്കാനോ ഒന്നും എനിക്ക് പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ആ അവസ്ഥയിലാണ് എന്നെ എൻ്റെ ഭർത്താവ് ഈ ഭോപ്പാലിലോട്ട് കൊണ്ടുവന്നത്. നമുക്ക് ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. മറ്റു ആരെങ്കിലും ആണെങ്കിൽ ആ സ്ഥാനത്ത് വിവാഹം കഴിഞ്ഞ് 3 ദിവസത്തിനകം തൻ്റെ ഭാര്യ ആയിരിക്കുന്ന സഹോദരിക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ ആരായാലും ഒരു പക്ഷേ ആ ഭവനത്തിൽ നിർത്തും, അല്ലെങ്കിൽ തന്നെ ഉപേക്ഷിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ എൻ്റെ അച്ചായൻ ഒരിക്കലും അങ്ങനെയല്ല ചെയ്തത്. എൻ്റെ രോഗിയായിരിക്കുന്ന എന്നെ കൊണ്ടാണ് ഈ ഭോപ്പാലിൽ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതിനു മുമ്പ് എനിക്കൊരു ദൈവിക ആലോചന ഉണ്ടായിരുന്നു. അത് പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു 21 ദിവസത്തിൽ ഉപവസിച്ചു. കാരണം വടക്കേന്ത്യ എന്താണെന്ന് അറിയത്തില്ല. വടക്കേന്ത്യയെ ഇന്ത്യൻ മെസ്സഞ്ചറിലൂടെ വായിച്ചുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതിനാല്
വടക്കേന്ത്യയില് എൻ്റെ മനസ്സിലുള്ള ഭാവനയില് ഇത് വളരെ ഒരു ഗ്രാമമാണ്. ഗ്രാമത്തിലെ വ്യക്തികളോടാണ് സുവിശേഷം അറിയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു 21 ദിവസം ആ സമയത്ത് ഉപവസിച്ചായിരുന്നു, എൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷം. ആ സമയത്ത് ഒരു ദേവദാസൻ ഇപ്രകാരം പറയുവാനിടയായി, 6 മാസത്തിനകം നിന്റെ വിവാഹം അത് നീങ്ങിപ്പോകുന്നതായിട്ട്, അതായത് വിവാഹം അലസി പോകുന്നതായിട്ട്, മാറിപ്പോകുന്നതായിട്ട് ദൈവത്തിന്റെ ആത്മാവ് കാണുന്നു എന്ന് പറയുവാനിടയായി. ആ സമയത്ത് എൻ്റെ കൂട്ടുകാരി ഇപ്രകാരം പറഞ്ഞു, നിന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ, നിന്റെ എൻഗേജ്മെന്റ് അല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ആ സമയത്ത് എനിക്ക് ഇപ്രകാരമുള്ള ഒരു ആത്മീയ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. ഈ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കണം, ഇത് മാറിപ്പോകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇതൊന്നും ആ സമയത്ത് എനിക്ക് ആത്മീയ ജ്ഞാനം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാൽ കറക്റ്റ് ആ ദേവദാസൻ പറഞ്ഞതുപോലെ എൻ്റെ വിവാഹം കഴിഞ്ഞ് 3-ാം ദിവസം എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അനുഭവം ഉണ്ടായി. എൻ്റെ മാതാപിതാക്കള്, അച്ഛൻ്റെ മാതാപിതാക്കൾ എല്ലാവരും, സഹോദരങ്ങളെല്ലാം അതേ പ്രതി വളരെയധികം ഭാരപ്പെടുവാനിടയായി. എന്നെ 1-2 സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി. ഞാൻ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോട് ഞാൻ പറയട്ടെ, എല്ലാ പൈശാചിക പ്രതികൂലങ്ങളും നാം കാണുന്നത് പോലെ ഞാനൊരു ദൈവത്തിന്റെ കൃപയാല ഭൂതശാന്തി ശുശ്രൂഷ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് തന്നിട്ടുണ്ട്, ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ പ്രകടമായ രീതിയിൽ ഭൂതമായിട്ട് പുറത്തു വരത്തില്ല. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അഫക്റ്റ് ചെയ്യുന്നതായ കാര്യങ്ങളുണ്ട്. ആ സമയത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ച ഒരു വ്യത്യാസം ഞാൻ പറയാം. ഭൂതോപദ്രവം ഉള്ള ആൾക്ക് എന്താണ് ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്തെല്ലാം അവർ സംസാരിച്ചു, എന്തെല്ലാം ചെയ്തു എന്ന് ഒരിക്കലും ഒരു വിടുതൽ കിട്ടിയതിനു ശേഷം അവർക്ക് ഒന്നും ഓർമ്മയുണ്ടാകത്തില്ല. എന്നാൽ മാനസികമായി ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ എന്താണ് ആ ദേവദാസൻ പ്രാർത്ഥിച്ചതെന്നും എന്താണ് സംസാരിച്ചതെന്നെല്ലാം വ്യക്തമായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലായിട്ടിരിക്കും. ഇതാണ് ഇത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം. പക്ഷെ എന്നെ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയ ആ ദേവദാസൻ ഒത്തിരി ശക്തമായി കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു ദേവദാസനാണ്, ഭൂതശാന്തി ശുശ്രൂഷയുള്ള ദേവദാസനാണ്. പക്ഷെ ആ സമയത്ത് ഭൂതമൊന്നും പുറത്തു വരുന്നില്ല, ഭൂതാത്മാവൊന്നും പുറത്തു വരുന്നില്ല. അപ്പോ എന്റെ മനസ്സ് പറയാണ്, ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ നീ എന്തെങ്കിലും ആക്ട് ചെയ്ത് കാണിക്കുക. അപ്പൊ ഞാൻ എൻ്റെ മനസ്സ് പറയുന്ന ആ ദുഷ്ടശക്തിയെ ഞാൻ ആക്ട് ചെയ്ത് കാണിക്കുകയാണ്. എനിക്ക് ഈ ദുഷ്ടശക്തിയാണ് എന്നിലുള്ളത്, ഞാൻ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ആക്ട് ചെയ്ത് കാണിച്ചു. എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്ന് പുറത്തു പോരണം, ഇതാണ് എൻ്റെ ചിന്ത. പക്ഷേ അതിനുശേഷം എൻ്റെ അച്ഛൻ രോഗിയായിരിക്കുന്ന എന്നെ ഇപ്രകാരം ഞാൻ എന്താ പറയുക, ഈ അവസ്ഥയിൽ ആരും എന്നെ ട്രെയിനിൽ 3 ദിവസം യാത്ര ചെയ്ത് ഭോപ്പാലിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള കാര്യമായിരുന്നു. പക്ഷേ അച്ഛൻ ഒരു പ്രയാസം കൂടാതെ എന്നെ ഭോപ്പാലിൽ കൊണ്ടുവന്നു. ഭോപ്പാലിൽ കൊണ്ടുവന്നതിന് ശേഷവും തുടർച്ചയായിട്ട് പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ എൻ്റെ ജീവിതത്തിലുണ്ടായ ഈ പ്രയാസം ഒക്ടോബർ മാസത്തിലാണ് എനിക്ക് പൂർണ്ണമായിട്ട് ഒരു വിടുതല ഉണ്ടാവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഈ ഡിപ്രഷന്റെ അവസ്ഥയിൽ നിന്ന് ഞാൻ പൂർണ്ണമായിട്ടും പുറത്തു വരുവാനായിട്ട് ഇടയായിത്തീരുന്നത് ആ സമയത്താണ്. ആ സമയത്ത് എന്നെ ഒത്തിരി സഹായിച്ച ദൈവമക്കളുണ്ട്, എനിക്ക് ആഹാരം തന്നവരുണ്ട്. ഞാൻ പ്രത്യേക കടപ്പെട്ടിരിക്കുന്ന FGM ചർച്ചിലെ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്ന പ്രിയ അച്ഛൻ, അതുപോലെ സാബു സാർ കുടുംബം, അവരോടെല്ലാം ഞാൻ ഒത്തിരി കടപ്പെട്ടിരിക്കുന്നു. കാരണം ആ സമയത്ത് ഞങ്ങൾക്ക് ആഹാരം തരികയും ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നടത്തിക്കൊണ്ട് ഇരുന്നത് ആ ദേവദാസനും കുടുംബമായിരുന്നു. ദൈവം ആ വലിയ പ്രയാസത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചു. ഇന്ന് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷമായി. ഈ ഓഗസ്റ്റ് 5-ാം തീയതി വരുമ്പോൾ 25 വർഷമാവും. 6 മാസം എന്റെ വിവാഹ ജീവിതം തികക്കിയില്ലെന്ന് പിശാച് വെല്ലുവിളിച്ച സ്ഥാനത്ത് ഇന്ന് 25 വർഷം പൂർത്തീകരിപ്പാൻ ദൈവകൃപയാൽ ദൈവം സഹായിച്ചു. തുടർന്ന് എൻ്റെ മൂത്ത മകളെ ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് 7-ാം മാസം ഞാൻ ഭോപ്പാലിൽ നിന്ന് 7-ാം മാസം ഡെലിവറിയുള്ള ബന്ധത്തിൽ നാട്ടിലേക്ക് കടന്നുപോയതിനു ശേഷം എൻ്റെ പപ്പയുടെ ജോലി എനിക്കാണ്, മൂത്ത മകളായതിനാൽ എനിക്കാണ് ലഭിക്കേണ്ടത്. അത് ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ ആങ്ങളയ്ക്ക് എഴുതി കൊടുക്കുവാനായിട്ട് സൈൻ ഇടേണ്ട ആവശ്യത്തിന് ഞാൻ ഭോപ്പാലിൽ നിന്ന് വന്നിറങ്ങിയ അന്നേ ദിവസം തന്നെ എൻ്റെ മാതാവിന്റെ സഹോദരിയും കൂടിയിട്ട് പാലക്കാടാണ് അച്ഛൻ കുടുംബമായിട്ട് താമസിക്കുന്നത്.
പാലക്കാട് കടന്നു വരുവാനിടയായി. എന്നെ കൂട്ടിക്കൊണ്ട് പപ്പയുടെ ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം പപ്പയുടെ പേപ്പറിൽ, ജോലിക്കുള്ള പേപ്പറിൽ സൈൻ ചെയ്യേണ്ടതിന് വേണ്ടിയിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോകാനിടയായിത്തീർന്നു. അന്ന് എനിക്ക് 7 മാസം ഞാൻ പ്രഗ്നന്റ് ആണ്. ഞാൻ പോയിക്കൊണ്ടിരുന്നതായ സമയത്ത് രാത്രി ഒരു 6:30 കഴിഞ്ഞ് കാണും. ഞങ്ങൾ തൃശ്ശൂരിൽ ബസ് ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം മമ്മിയുടെ അനീതിയുടെ ഭവനത്തിലോട്ട് പോകുവാനായിട്ട് ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുന്നതായ സമയത്ത് ഇച്ചിരി ഇരുട്ടി തുടങ്ങി. 7 മണിയായി. 7 മണിയോളമായ സമയത്ത് ഓട്ടോറിക്ഷ പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു സ്ലാബിൽ തട്ടിയിട്ട് ഈ ഓട്ടോറിക്ഷ 3 മടങ്ങായിട്ട് 3 പ്രാവശ്യം മറിഞ്ഞ് പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. അതായത് ഇടതുവശത്ത് ഓടിക്കൊണ്ടിരുന്ന ഈ ഓട്ടോറിക്ഷ 3 പ്രാവശ്യം മറിഞ്ഞ് വലത്തെ സൈഡിൽ ഒരു മതിലിൽ പോയിട്ട് ഇടിച്ചു നിൽക്കുവാനിടയായി. ആ ഓട്ടോറിക്ഷ ഈ സംഭവം നടക്കുന്ന സമയത്ത് ദൈവത്തെ ഒത്തിരി സ്തുതിക്കുവാൻ, ഹല്ലേലൂയയുടെ സ്വരം മാത്രമേ ഞങ്ങളിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ടിരുന്നുള്ളൂ. ഇത് നടക്കുന്നത് തൃശ്ശൂര് ശക്തൻ തമ്പുരാൻ മാർക്കറ്റ്, എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. 4 കൂടിയ കവലയാണ്. 4 ഭാഗത്ത് നിന്നും വാഹനം അതിവേഗതയോടെ വരുന്ന സമയമാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയാല് ആ സമയത്ത് ഞങ്ങളുടെ അടുത്തൊന്നും ഒരു വാഹനം ഉണ്ടായിരുന്നില്ല. നമുക്ക് ദൂരെ നിന്ന് കാണാം, വളരെ വെളിച്ചം, അതായത് വാഹനങ്ങളുടെ വെളിച്ചം വരുന്നത് കാണാം. എന്നാൽ ഈ സ്തുതിയുടെ ശബ്ദത്തിന് മേലെ ഒരു അധികം പോറലൊന്നും നിങ്ങൾക്ക് ആ ഓട്ടോറിക്ഷ പിന്നെ എന്താ പറയുന്നത്, ഒരു പെട്ടി വണ്ടിയിൽ എടുത്തുകൊണ്ട് പോകാം. അതുപോലെ അത് പൂർണ്ണമായിട്ടും നഷ്ടമായി ഓട്ടോറിക്ഷ. പക്ഷെ അതിനകത്ത് സഞ്ചരിച്ചുകൊണ്ടിരുന്ന എനിക്കോ എൻ്റെ മാതാവിനോ എൻ്റെ സഹോദരിക്കോ ഡ്രൈവറിനോ യാതൊരു പോറൽ പോലും, അല്പമായിട്ട് മതിലിൽ പോയി ഇടിച്ചതിന് പ്രകാരം എൻ്റെ ഈ മുഖത്ത് ഇച്ചിരി പോറൽ സംഭവിച്ചു എന്നല്ലാതെ മറ്റു യാതൊരു പ്രയാസങ്ങളും ഉണ്ടായില്ല. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് സ്കാനിങ് ചെയ്തു. അവിടെയും അതെല്ലാം കുഞ്ഞിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ലാതെ ദൈവമായ കർത്താവ് ഈ വലിയൊരു ആപത്തിൽ നിന്ന് ദൈവം വിടുവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം ഞങ്ങൾ 2002 വരെയും ഞങ്ങൾ IUGM ചർച്ചിനോടുള്ള ബന്ധത്തിലാണ് വേല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവർ പറയുവാനായിട്ട് ഇടയായിത്തീർന്നു, ഇവിടുത്തെ വേല ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്, അതുകൊണ്ട് ദേവദാസൻ വേറൊരു സ്ഥലത്തേക്ക് വേണമെങ്കിൽ മാറ്റമായിട്ട് പോയിക്കൊള്ളാനായിട്ട് സംസാരിച്ചതിന് പ്രകാരം ദൈവം ഞങ്ങളോട് ഈ ഭോപ്പാലിനെ കുറിച്ച്, ഈ കോളാറിനെ കുറിച്ച് തന്നിരിക്കുന്ന ദൈവത്തിന്റെ ദർശനം പ്രകാരവും ദേവദാസന്മാർ ഞങ്ങളോട് പറഞ്ഞ ദൂതിന്റെ അടിസ്ഥാനത്തിലും ഞങ്ങൾ റിസൈൻ ലെറ്റർ കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 2003 മുതൽ ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവിടെ ഭോപ്പാലില് കോളാർ എന്ന സ്ഥലത്ത് കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് നമുക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അറിയില്ല. ദേവദാസന് ദൈവം ഒരു കൃപ, പ്രിന്റിങ്ങിന്റെ ഒരു ജോലി ചെയ്യാൻ അറിയാം. അപ്പോൾ കാലത്ത് 11 മണി മുതൽ 6 മണി വരെ പ്രിന്റിങ്, മറ്റ് പ്രിന്റിംഗ് ഒന്നും ചെയ്യത്തില്ല, ക്രിസ്ത്യൻ പ്രിന്റിംഗ് മാത്രമേ ചെയ്യത്തുള്ളൂ. അത് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീർന്നു. 6 മണിക്ക് ശേഷം ഞങ്ങൾ ചേരിയിൽ കടന്നുപോയി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും അവരെ കർത്താവിന്റെ വചനം പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ 2001 മുതൽ 2009 വരെയുള്ള കാലയളവിൽ ഞങ്ങൾ ചേരിയിലായിരുന്നു ഞങ്ങളുടെ അധികവും പ്രവർത്തനം. ചേരിയിലുള്ള കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കുകയും അവിടെ ഉള്ള മക്കൾക്ക് വചനം പറഞ്ഞു കൊടുക്കുകയും അങ്ങനെ ഒരു വേലയായിരുന്നു ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. കൂടെ തന്നെ ചർച്ച് മിനിസ്ട്രിയും ഉണ്ടായിരുന്നു. ഇത് 2005 CRPF ക്യാമ്പിലേക്ക് കർത്താവ് തന്ന ദർശനം പ്രകാരം ഭോപ്പാലിലുള്ള CRPF ക്യാമ്പിലേക്ക് കർത്താവിന്റെ വചനവുമായിട്ട് കടന്നു പോകാനിടയായി. അവിടെ ആരെയും പരിചയമില്ല. ദൈവം പറഞ്ഞു, കിഴക്ക് ഭാഗത്തേക്ക് കടന്നു പോവുക, അവിടെ നിനക്കൊരു വേലയുണ്ടെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ കടന്നു പോയതിന് പ്രകാരം അവിടെ വേല തുടങ്ങുവാനിടയായി. അവിടെ 2005 മുതൽ 2009 വരെയുള്ള കാലയളവില് കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി. അനേക ദൈവമക്കൾ അവിടെ കർത്താവിലേക്ക് കടന്നു വന്നു. ഇന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് അവർ കർത്താവിനെ സേവിച്ചു കൊണ്ടിരിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ കാലയളവില് ഒരു പ്രതികൂലം ഞങ്ങൾക്ക്
ഞങ്ങൾക്ക് ആ ദേശത്ത് നിന്ന് ആ ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുവാനിടയായിത്തീർന്നു. നിങ്ങൾ ജനങ്ങളെ മതം പരിവർത്തനം നടത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളോട് കൂടെ വന്ന ഒരു ദേവദാസനെ ഒരു ദിവസം ഒരു ഉച്ചയോളം വരെയുള്ള സമയത്ത് അവരുടെ കസ്റ്റഡിയിൽ വെക്കുവാനും അങ്ങനെ ഞങ്ങൾക്ക് അവിടെ കടന്നു പോകുവാനായിട്ടുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി. എന്നാൽ ദൈവമക്കളെ പല ഒരു ഒന്ന് രണ്ട് മാസത്തോളം ഞങ്ങളെ ഫോളോ ചെയ്ത് ഞങ്ങളുടെ വാഹനത്തിന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പലരും ഉണ്ടായിരുന്നു ആ CRPF ക്യാമ്പിന്. പക്ഷേ ആറാം സൈന്യത്തിന്റെ കണ്ണിനെ അടപ്പിച്ചവനായ ദൈവം, നമുക്കറിയാം CRPF ക്യാമ്പിനകത്ത് പോകണമെങ്കിൽ നമുക്ക് അവിടെ പേര് എഴുതി വെക്കണം, നമ്മൾ എവിടെ നിന്നാണ് വന്നത് അതെല്ലാം എഴുതി വെക്കണം. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം കർത്താവ് ആരാം സൈന്യത്തിനെ എങ്ങനെയാണ് അന്ധത പിടിപ്പിച്ച എന്ന് പറയുന്നത് പോലെ തന്നെ അവിടെയുള്ള ആ കാവലിന് നിന്നിരുന്നതായ ആ പോലീസുകാരെ അന്ധത പിടിപ്പിക്കുകയും ഞങ്ങൾ ഈ 2009 വരെയുള്ള സമയത്ത് അവിടെ കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേകര് ആദ്യം പ്രതികൂലമായിരുന്ന സ്ഥാനത്ത് 2008 ഡിസംബർ മാസത്ത് വലിയൊരു പ്രോഗ്രാമായി വെക്കുകയും അവിടുത്തെ ഓഫീസർമാര് ഒത്തിരി ആൾക്കാർ വന്ന് കർത്താവിന്റെ വചനം കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അനേകര് കർത്താവിലേക്ക് ആ പ്രവർത്തന മുഖാന്തരം കടന്നു വന്നു. 2003 ദൈവം തന്നിരിക്കുന്ന ദൂതൻ പ്രകാരം ഇവിടെ ഒരു സ്ഥലം വാങ്ങിക്കുവാനായിട്ട് ദൈവം ഒരു സ്ഥലത്തിന് വേണ്ടുന്നതായ വഴികളെ തുറക്കുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. എന്നെക്കാളും ഏറിയ ഞാൻ വിശ്വാസം പഠിക്കുന്നത് എൻ്റെ ഭർത്താവിൽ നിന്നാണ്. എന്ത് കാര്യങ്ങളും വിശ്വാസത്തോടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു ദേവദാസനാണ്. 2006 ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ദേവദാസൻ ദൈവം കൊടുത്ത ദർശനം പ്രകാരം തെർമോകോളില് ചർച്ച് ബിൽഡിംഗ് ഉണ്ടാക്കുവാനിടയായി. ദൈവം പറഞ്ഞ പ്രകാരം 3 നിലയുള്ള ചർച്ചിന്റെ ആ ആകൃതി തെർമോകോളിൽ ഉണ്ടാക്കിയിട്ട് അന്നത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് അത് കൈവച്ച് പ്രാർത്ഥിപ്പാനിടയായി. ദൈവം നമുക്ക് തരാൻ പോകുന്ന ചർച്ച് ബിൽഡിംഗ് ആന്ന് പറഞ്ഞ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഒരു സ്ഥലം പോലും ഇല്ലാത്ത സമയത്താണ് അച്ചായൻ പറയുന്നത് ഇതുപോലെ 3 നിലയുള്ള. ഞാൻ അച്ചായനോട് പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസം കൊള്ളാം, പക്ഷെ ഇത് എല്ലാവരുടെ മുമ്പിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ഭ്രാന്തൻ പണി കാണിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മളെ കളിയാക്കും. അതുകൊണ്ട് നമുക്ക് മാത്രം ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ഞാൻ പറയട്ടെ, 2006 മുതൽ 2009 വരെ ഞങ്ങളുടെ ഇപ്പോഴും ആ തെർമോകോളിൽ ഉണ്ടാക്കിയ ചർച്ച് ബിൽഡിംഗ് ഇപ്പോഴും ഉണ്ട്. കരം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. ദൈവമേ, അങ്ങ് നൽകി തന്നിരിക്കുന്ന ഈ ചർച്ച് ബിൽഡിങ്ങിനായ സ്തോത്രം എന്ന് പറഞ്ഞ് 2009 കർത്താവിന്റെ കൃപയാൽ ഫെബ്രുവരി 1-ാം തീയതി 2006 സ്ഥലം വാങ്ങിക്കുകയും 2007, 2008 ഒരുമിച്ച് ഒറ്റയടിക്കല്ല ഞങ്ങളുടെ ചർച്ച് ബിൽഡിംഗ് പണിതത്. ഘട്ടമായിട്ടാണ് ചർച്ച് ബിൽഡിങ്ങിന്റെ പണി നടന്നത്. ഒരിക്കലും ഒരു ഫോറിൻ സപ്പോർട്ടോട് കൂടിയല്ല ഈ ചർച്ച് ബിൽഡിങ്ങിന്റെ പണി നടന്നത്. അനേകം ദൈവമക്കളുടെ സഹായത്താൽ ഇന്നും ഈ ബിൽഡിങ്ങിന്റെ കാര്യം പറയുമ്പോൾ ഒരു സ്വപ്ന തുല്യമാണ്. എങ്ങനെയാണ് ഈ പ്രകാരം ഒരു ബിൽഡിംഗ് ദൈവം ചെയ്തു തന്നത്? ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. ഒത്തിരി ദൈവമക്കള് ഇപ്പോഴും ചർച്ച് ബിൽഡിംഗ് ഇല്ലാതെ വാടകയ്ക്കും മറ്റും ഇരുന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയ ഒന്ന് മാത്രമാണ്. 2009 ഫെബ്രുവരി 1-ാം തീയതി ചർച്ച് മാത്രമായിട്ട് അതില് ഒരു ചെറിയ ഒരു പോർഷൻ ഞങ്ങൾക്ക് കയറി കിടക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കി. ഒരു മുറി, ബാക്കിയെല്ലാം ചർച്ച് ബിൽഡിങ്ങിനായിട്ട് ഹോളായിട്ട് ഉണ്ടാക്കി. അതിനുശേഷം 2011 മുകളിലോട്ട് പണിതു. 2015 കൂടെ ഇതിന്റെ 3 നിലയുടെ പണി കഴിയുവാനായിട്ട് ദൈവമായ കർത്താവ് സഹായിച്ചു. അതിനുശേഷം 2010 മുതൽ ഞങ്ങളുടെ വേലയ്ക്ക് മറ്റൊരു ഡൈവേർഷൻ ഉണ്ടായി. ഞങ്ങൾ ചേരിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പ്രവർത്തനം പതിയെ നിൽക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. 2010 മുതൽ ബൈബിൾ ട്രെയിനിങ്ങോടുള്ള ബന്ധത്തിൽ ദൈവം വഴികളെ തുറന്നു. ആദ്യം നമ്മുടെ ബൈബിൾ ട്രെയിനിങ് നടക്കുന്നത് ആന്ധ്രയിലാണ്. അതിനുശേഷം എല്ലാ വർഷവും ഈ കഴിഞ്ഞ 2024 വരെയും ഓഗസ്റ്റ് മാസം 1 മാസത്തെ ബൈബിൾ ട്രെയിനിങ് നമ്മൾ നടത്താറുണ്ട്. ഗ്രാമത്തിൽ നിന്നുള്ള അനേകം മക്കൾ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുകയും അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ദർശന പ്രകാരം
പലയിടങ്ങളിലായിട്ട് കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ളവര്, അതുപോലെ ആന്ധ്രയിൽ നിന്നുള്ളവര്, MP യിൽ നിന്നുള്ളവര്, ഛത്തീസ്ഗഡ്, ഒറീസ എന്നീ പല ഭാഗങ്ങളിൽ നിന്നും, UP യിൽ നിന്ന്, അങ്ങനെ പലയിടങ്ങളിൽ നിന്നും മക്കൾ കടന്നു വന്ന് ദൈവത്തിന്റെ വചനം പഠിച്ച് അവരായിരിക്കുന്ന സ്ഥാനത്ത്, അവരായിരിക്കുന്ന ഗ്രാമത്തിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും പലരും വന്ന് ചോദിക്കാറുണ്ട്, ഈ 1 മാസത്തെ ട്രെയിനിങ് കൊണ്ട് എന്താണ് നിങ്ങൾ അവരെ പഠിപ്പിക്കുന്നത്, അതായത് ഇതുകൊണ്ട് എങ്ങനെ ഒരു വേല ചെയ്യാൻ സാധിക്കുമെന്നെല്ലാം പലരും ചോദിക്കുന്ന ഒരു അനുഭവം ഉണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, സാധാരണക്കാരനായ ആൾക്കാരെ ഉപയോഗിക്കുന്നത് വചനത്തിൽ വായിക്കുന്നതിലോ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് നമ്മള്, ഇവർ സാധാരണക്കാരും, പത്രോസിനെ കുറിച്ചും യോഹനാനെ കുറിച്ചും പറയുന്നത്, ഇവർ സാധാരണക്കാരും വിദ്യാഭ്യാസം ഇല്ലാത്തവരും എന്ന് കണ്ടിട്ട് ഇവരിലൂടെ ചെയ്യുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ കണ്ട് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇന്ന് ഈ 1 മാസം ട്രെയിനിങ് ചെയ്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്ന ഈ ദൈവമക്കളിലൂടെ അസാധാരണമായിരിക്കുന്ന കാര്യങ്ങളാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യാൻസർ രോഗികൾ സൗഖ്യമാകുന്നു, ദുഷ്ടാത്മാക്കളുള്ളവര് അവര് സൗഖ്യമാകുന്നു. അങ്ങനെ വേല വളരെ ശീഘ്രമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകാല ഞങ്ങളുടെ വേലയെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇപ്പോൾ MP യിലും ഛത്തീസ്ഗഡിലും തമിഴ്നാടുമായിട്ട് നമ്മുടെ ഔട്ട് സ്റ്റേഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഇതിന്റെ ഇടയിൽ 2024 സുവിശേഷ വിരോധികളാൽ അച്ഛന് ചില പ്രയാസങ്ങളെ നേരിടുവാനായിട്ട് ഇടയായിത്തീർന്നു. സുവിശേഷ വിരോധികൾ കടന്നു വന്ന് പിടിക്കുകയും തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള പോലീസ് കസ്റ്റഡിയിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിന്റെ കൃപയാല അവിടെയുള്ള ദൈവമക്കളുടെ ഇടപെടൽ മുഖാന്തരം ജയിലിൽ കടന്നു പോകാനിടയായില്ല. അവിടുന്ന് തന്നെ പെട്ടെന്ന് തന്നെ പോലീസ് അധികാരികൾ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനാല് കേസ് ചാർജ് ചെയ്യുകയോ അങ്ങനെ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല. ദൈവത്തെ 1-2 അടി അവര് അടിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ കേസ് മറ്റു കാര്യങ്ങളിലേക്ക് പോകുവാനായിട്ട് ഇടയായിത്തീർന്നില്ല. ദൈവം അതിൽ നിന്ന് ദേവദാസിനെ വിടുവിച്ചു. ഇന്നും ദേവദാസിന് ഗ്രാമങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് കൂടുതൽ ആഗ്രഹം. അധികം സമയം ഭോപ്പാലിൽ കാണത്തില്ല. അധികം ഛത്തീസ്ഗഡ്, MP, അതുപോലെ ആഫ്രിക്ക എന്നീ സ്ഥലങ്ങളിൽ കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേക ഞങ്ങളുടെ വേലയോർത്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വിഷയം കൂടെ ഞാൻ പറയട്ടെ. ഛത്തീസ്ഗഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സുവിശേഷ വിരോധികൾ വളരെയധികം പ്രയാസം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. MP യിലെ ചില ചർച്ചുകളും അതുപോലെ ഛത്തീസ്ഗഡിലെ 30-ലധികം ചർച്ചുകളും ഇപ്പോൾ ഞങ്ങളുടെ അടഞ്ഞു കിടക്കുകയാണ്. ദൈവമക്കൾ വളരെ പ്രയാസങ്ങള്, പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു. പ്രത്യേക അവിടുത്തെ ദൈവമക്കളുടെ നിലനിൽപ്പിന് വേണ്ടി, അവർ വിശ്വാസം നിലനിൽക്കേണ്ടതിന് വേണ്ടിയും തുടർന്നും ഈ ദൈവസഭകൾ തുടർന്നും പ്രവർത്തിക്കേണ്ടതിന് വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. പ്രവർത്തനങ്ങളെയൊക്കെ കർത്താവ് മാനിക്കട്ടെ. നാം കേൾക്കുന്നത് പോലെ ശരിയാണ്, ഛത്തീസ്ഗഡിലും അതുപോലെ നോർത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിൻ്റെ നാമനിമിത്തം ഒത്തിരി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് ദൈവമക്കളായിരിക്കുന്നു. ആരാധനാലയങ്ങളൊക്കെ അടഞ്ഞു കിടക്കുന്നുണ്ട്. എന്നാൽ നാം അവയൊക്കെ ഓർത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് തക്ക സമയത്ത് എല്ലാം ദൈവം തുറക്കും. ഇന്ത്യയിൽ കർത്താവ് വലിയൊരു പ്രവൃത്തി ചെയ്തെടുക്കുമെന്ന് നമുക്ക് കർത്താവിൽ വിശ്വസിക്കാം. ഹല്ലേലൂയ. പത്രോസിനെയും പൗലോസിനെയും ശീലാസിനെയും ഒക്കെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ച് നമ്മുടെ കർത്താവാണല്ലോ. ഇന്ത്യക്കകത്ത് അങ്ങനെ കിടക്കുന്ന ഒത്തിരി ദൈവമക്കളുണ്ട്. അവരെയൊക്കെ കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് വിടുവിക്കുവാനേ ഇടയായിത്തീരും. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേൾവിക്കാരൊക്കെ പ്രാർത്ഥിക്കും. ഓക്കെ സിസ്റ്റർ, പിന്നെയും കർത്താവ് കുടുംബമായി നിങ്ങളെ ഉപയോഗിക്കട്ടെ. താങ്ക് യു. പ്രിയ ദേവദാസി, ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു അപ്പാ. ഹല്ലേലൂയ. ജോയ്സ് ടിവിയിലൂടെ കർത്താവെ അടിയന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് ദൈവം സഹായിച്ചല്ലോ. അതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേക സാക്ഷ്യം കേൾക്കുന്ന അനേക ഹൃദയങ്ങളിൽ കർത്താവിന്റെ ആത്മാവ് പരിവർത്തിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനേക വിശ്വാസത്തിൽ കർത്താവ് ഇത് വളർച്ചയ്ക്ക് കാരണമായി തീരുവാനും, ഹല്ലേലൂയ, അനേക വിശ്വാസം ഉറപ്പിക്കുന്നതിന് കാരണമായി തീരുവാനും, അനേക കർത്താവിന്റെ വേലയ്ക്ക്
വേണ്ടി സമർപ്പിക്കുന്നതിന് കാരണമായി തീരുവാനും ഇടയാകേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹാലേലിയ ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യാല റേച്ചൽ ആൻറ്റി കുടുംബത്തെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുന്നതായ ഈ പ്രവർത്തനങ്ങൾ മുഖാന്തരം അനേകരിലേക്ക് കർത്താവിന്റെ വചനം ഹാലേലിയ കടന്നു ചെല്ലുന്നതിന് കാരണമായി തീരുവാൻ, അനേകരെ ഹാലേലുയ ദൈവമേ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തുന്നതിന് കാരണമായി തീരുവാൻ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും ഹാലേലിയ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന ദൈവമക്കളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഓക്കെ ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ. എത്രത്തോളം സമയം നമ്മളോടൊപ്പമായിരുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഗോഡ് ബ്ലെസ് യു. ഓക്കെ ഓക്കെ. കുഞ്ഞുങ്ങളൊക്കെ എവിടെ, നമ്മുടെ കൂടാണോ അതോ? മോള് എന്റെ കൂടെ ഇപ്പം. അവള് ഫിസിയോതെറാപ്പിക്ക് ലാസ്റ്റ് ഇയർ. അവള് മോൻ നാട്ടിൽ പഠിക്കുന്നത്. ഓക്കെ ഓക്കെ. ദേവദാസി എവിടെയും ശുശ്രൂഷയ്ക്കൊക്കെ പോകുമോ അതോ? വിളിക്കുന്ന സ്ഥലങ്ങളിലേക്ക് പോകും. പക്ഷെ ഇതുവരെ പുറമേക്ക് ഛത്തീസ്ഗഡിലെ പോയിട്ടുള്ളൂ, അല്ലാതെ എങ്ങും പോയിട്ടില്ല. ഓക്കെ. ഇപ്പോഴും കർത്താവിന് പ്രവചന ശുശ്രൂഷയൊക്കെ ഉണ്ടോ ദേവദാസിക്ക്? ദൈവം തരുന്ന ദൂത് പറയും. അത് മതി, ദൈവം തരുന്ന പറഞ്ഞാൽ മതിയല്ലോ. ഓക്കെ. കർത്താവിൻ്റെ ദാസി, ദൈവം സഹായിക്കട്ടെ. ഒത്തിരിയധികം നന്ദിയുണ്ട്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവദാസി ഒരു 2 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ ജോയ്സ് ടിവിയുടെ മിനിസ്ട്രി ഓർത്ത്. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മക്കള് 2 പേരാ, 2 ആൺകുട്ടികളാണ്. പിന്നെ ഞങ്ങള് പാസ്റ്റർ. ഹല്ലേലൂയ. ദൈവമേ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്വർഗീയ പിതാവേ. ഹല്ലേലൂയ. പ്രത്യാശിക്കും കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവിന്റെ വിലയുള്ള ബന്ധത്തിൽ അവർ ബോംബെയിലായിരിക്കുന്നല്ലോ. യേശുപ്പ ദൈവമേ സഹായിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. ഷാരാമാനകടകലക സന്ധലെ ലേഖാന്തല മനക ശൈഡമാനകരാചരെ റീഖമാനക ശംദലെ റീഭമാനക ശംദലെ. വിലയുടെ വിശാലതയ്ക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ. ഗാരാമാനക ക്ഷേകാലഘടകരകം സകലം ചൂടമാനഘടകരകരാചരെ മഷേര ഭേലമാനക ശംദലെ. ദേവദാസിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പാദാനമായി കൊടുത്ത മക്കൾക്കായി സ്തോത്രം. അവരുടെ അനുഗ്രഹിക്കപ്പെട്ട ഭാവിക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് വേണ്ടി ദൈവരാജ്യത്തെ ശക്തമായി ഉപയോഗിക്കപ്പെടുവാൻ തക്കണം ദൈവം സഹായിക്കണമേ. തലമുറകളെ അങ്ങയുടെ രാജ്യത്തിന്റെ മഹത്വത്തിനാക്കി കർത്താവെ തീർക്കുമാറാൻ പ്രാർത്ഥിക്കുന്ന പാഹാലേലൂയ. ഘാരാമശേഖേന്ദല മനക ഷൈഡരെ റീഖമാനക ശംദലെ. ദൈവവേലയുടെ വിശാലതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ആന്റിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ ശാരീരികമായി ആത്മീയമായും ഹാലേലിയ ഭൗതികമായും ദൈവമേ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജൂഡാരാം ഷകേന്ദലെ അലഘാലക ശംധലെ റീഖമാനക ക്ഷേകരഘടകാലക ശംധലെ റഹാരഹാന്ധല മനക ശംധലെ റീഖമാനക ഷൈഡരെ റീഖമാനക ശംധലെ. ദൈവത്തിന്റെ വചനം പറയുന്നല്ലോ കർത്താവേ. ഹാലേലൂയ. ഇരമ്യാവ് 33:6-7 വാക്യങ്ങൾ പ്രകാരം ഹാലേലൂയ ഞാൻ നിനക്ക് ആരോഗ്യം സൗഖ്യം വരുത്തി. ഹാലേലൂയ എന്നുള്ള ദൈവത്തിന്റെ വചനം പ്രകാരം ദൈവിക ആരോഗ്യം സൗഖ്യവും കർത്താവെ ഏത് വിഷയത്തിന്റെ മേലെ കർത്താവെ ആന്റിക്ക് സൗഖ്യം ആവശ്യമുണ്ടോ ആ വിഷയത്തിന് മേലെ ദൈവത്തിന്റെ കരം ചലിക്കേണ്ടതിനായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ. ശുശ്രൂഷ മണ്ഡലങ്ങളിലെല്ലാം കർത്താവ് വിശാലത ഒരുക്കുവാൻ പോകുകയാൽ നന്ദി പറയുന്നു കർത്താവെ. അതിരുവരമ്പുകളെ ദൈവം വിശാലമാക്കണമേ. കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവം വിടുവിക്കേണ്ടതിനായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലേലിയ ചിലയിടങ്ങളിൽ മാത്രം ഒതുങ്ങിക്കൂടേണ്ടതിനായിട്ടല്ല ഹാലേലുയ വിശാലത ഹാലേലിയ യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചാക്കുന്നു. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കണമേ. റോഹോ ദഗേലമശേന്ദലമനക ശൈഡരെ മാഘാരകരം ബാലമാനക ശംദലെ റുമാന്ധലമനക ശംദലെ. ദൈവത്തിന്റെ കരം പ്രവർത്തിക്കുന്നതിനാ സ്തോത്രം. വിശാലതയിലേക്ക് യേശുവിനെ നാമത്തെ കരം പിടിച്ചുയർത്തുന്നു. ദൈവപ്രകാരം ചെയ്തിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. ഓക്കെ ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ.